وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 നഹ്താജ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് റമളാൻ 29 അപ്പം നാളെ പെരുന്നാളാവോ അല്ലേന്നൊന്നും അറിയില്ല. അപ്പം നോമ്പൊന്നും പറഞ്ഞില്ല, അപ്പം അതിൻ്റെ ശേഷമാണല്ലോ അറിയാം. അപ്പം നോമ്പൊക്കെ പറക്കാണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ്. പക്ഷെ എൻ്റെ ഒരു പ്രതീക്ഷ നാളെ പെരുന്നാളാവുന്നതാണ്, എനിക്കറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഇഫ്താർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോമ്പ് തുറന്നിട്ടൊക്കെ നോക്കണം. അപ്പോൾ അതാ അങ്ങനെ പിന്നെ നോമ്പറൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിയിട്ടൊന്നുമില്ല, കുറച്ച് 2-3 ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതാ ലിയോടെ കട്ട വീട്ടിങ്ങാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലിയയാണ് ആദ്യം കയറിയിരിക്കുക, നോമ്പില്ലെങ്കിൽ ഓളാണ് ആദ്യം കയറിയിരിക്കുക നോമ്പറക്കാൻ വേണ്ടിയിട്ട്. കാണിച്ചാൽ ഓളും പകുതി നോമ്പൊക്കെ തന്നെയാണ്. അപ്പോൾ അതാ അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട് നാരങ്ങ വെള്ളം നോമ്പറക്കുമ്പോൾ കുടിക്കരുത്. ബട്ട് എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളം, അതുകൊണ്ടാണ് പിന്നെ ഫസ്റ്റിലാവുന്നല്ല ഇടയ്ക്ക് കുടിക്കാറ്. അപ്പോൾ അത് അങ്ങനെ നാരങ്ങ വെള്ളവും പിന്നെ അതേപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനാട്ടോ അടിച്ചത്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് നമ്മൾ നോമ്പറക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ, ഞാൻ 9ലാണ് പഠിക്കുന്നത്, അല്ല ഇനി 10 കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അതേപോലെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് വ്ളോഗ്. പക്ഷേ ഇനി നല്ലപോലെ ആക്കുമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം, ഞാൻ എന്തൊക്കെയാണ് ഒന്നും കൂടി ഷോർട്ട് വീഡിയോസിൽ ഇമ്പ്രൂവ് ആവേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ആക്കുക. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിൽ എൻ്റെ മെയിൻ അക്കൗണ്ടും ഉണ്ടാവും. അതേപോലെ തന്നെ ഇതേപോലെ ഞാൻ ഷോർട്ട് വീഡിയോ വ്ളോഗ് ആയിട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ, അപ്പോൾ ആ വ്ളോഗ് വിടുന്നതിൻ്റെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ മുഴുവൻ ആലോചിക്കുന്നത് വെച്ചാൽ നാളെ പെരുന്നാളായ കഴിഞ്ഞപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കണം എന്നുള്ള പ്ലാനാണ്. പിന്നെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകണം എന്നുള്ള ഒരു വലിയ ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ നാളെ പെരുന്നാളാവാൻ അത്രത്തോളം എനിക്ക് ആഗ്രഹമുണ്ട്. എത്ര പെട്ടെന്നായോ അത്രയും സന്തോഷമാണ്. എല്ലാവർക്കും ഉണ്ടാവും പുതിയ ഡ്രസ്സൊക്കെ മാറ്റി നാളെ പോവുകയാണെന്ന് അറിയുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഉറക്കം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പറന്നതിന് ശേഷം നേരെ ഓടിയത് ടിവിൻ്റെ മുന്നിലേക്കാണ്. എന്താ വെച്ചാൽ മാസപ്പിറവി കണ്ടോന്ന് നോക്കാനാണ്. അപ്പോൾ ഇതാ അങ്ങനെ മാസപ്പിറവിക്ക് കണ്ടിട്ടുണ്ടെന്ന് ഓർപ്പിച്ചപ്പോൾ ഇതാ എൻ്റെ സന്തോഷം നിങ്ങൾ കാണും. പണ്ട് ഞാനും മിശാലൊക്കെ തറവാട്ടിലായ സമയത്ത് പെരുന്നാൾ ആഘോഷിച്ച ആ ഒരു ഇതാണ്. നാളെ പെരുന്നാളാണെന്നുണ്ട് പറയുമ്പോഴത്തേന് ഞാനും ഓനും കൂടിയാണ് ചാടിക്കളിക്കും. അതേ അവസ്ഥയാട്ടെ ഇപ്പോഴും, അത് എങ്ങനെയായാലും ഒരേപോലെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ പെരുന്നാളാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇമ്മ പേര മൊത്തം ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർ അരിയും സാധനമൊക്കെ ഇട്ട് വരുമല്ലോ, അപ്പം ഒരു വെളിച്ചായിക്കോട്ടെ വിചാരിച്ച് ഇമ്മ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. കുറേ കഴിഞ്ഞ ശേഷമായിട്ടോ ചായ കുടിക്കുന്നത്. ചായക്ക് നെയ്ച്ചോറും ബീഫായിരുന്നു. പിന്നെ പുറത്തിറങ്ങി ഇങ്ങനെ ഓരോ മൈലാഞ്ചിടാൻ നടക്കുക, പടക്കം അവിടെയും ഇവിടെ പൊട്ടിക്കും, അവിടേക്കും പോകും, പിന്നെ വെടുക്കും വരും, അങ്ങനെ ഓരോ കളികൾ. അതിൻ്റെ ഇടയിൽ ഇപ്പച്ചിൻ്റെ വണ്ടി ഇങ്ങനെ വെറുതെ സ്റ്റാർട്ട് ചെയ്ത് കളിക്കുക. അപ്പോൾ അതാ എൻ്റെ വീട്ടിലേക്ക് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നാലേ നമുക്ക് വീഡിയോ എടുക്കായുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്നുള്ള എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഫുഡൊക്കെ കഴിച്ചത് എത്രയോ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെയ്ച്ചോറും പോത്തും കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ മൈലാഞ്ചിടലും അങ്ങനെ ഓരോ പരിപാടിയാണ്. എൻ്റെ പേരെ വന്നാൽ എനിക്ക് വലിയ ഇതിലും മൈലാഞ്ചി ഒന്നും ഇടാറില്ല. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ അറിയാം, പക്ഷെ മൈലാഞ്ചി ഇടാൻ അത്രയ്ക്കണ്ട അറിയില്ല. എന്നാലും വെറുതെ രണ്ടാൾക്കാർക്ക് ഇങ്ങനെ ഒരു ഏട്ടത്തിക്കോ അനിയത്തിക്കോ കൊണ്ട് ഇട്ട് കൊടുത്തു. വെറുതെ അതിലെൻ്റെ കൈയൊന്ന് കൊളാക്കി കൊടുത്തു. അങ്ങനെ പിന്നെ അതാ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ വെച്ചാൽ ഞങ്ങൾ അരി വാങ്ങിയിട്ടില്ല. അപ്പം അത് വാങ്ങാനും പിന്നെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ പിന്നെ പടക്കവും വാങ്ങാം, അപ്പോൾ അത് പൊട്ടിക്കാലോ. ഞങ്ങളോട് അതൊന്നും വാങ്ങി വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. പള്ളിക്കൽ ബസാറിൽ പോയിട്ട് പടക്കം വാങ്ങി പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകണം. അരി വാങ്ങണം, പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പുതിയ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കയറിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് തിന്നാനും വാങ്ങി. അതും തിന്നിങ്ങനെ പിന്നെ നമ്മൾ നേരെ പെരേക്ക് വിടുകയാണ്. പെരേ പോയതിന് ശേഷം ആദ്യം തന്നെ ചെയ്ത പണി എന്താ വെച്ചാൽ അരിയൊക്കെ ഒന്ന് വീതിച്ച് എല്ലാവർക്കും വാരി കൊടുത്തു. പിന്നെ അതാ പടക്കം പൊട്ടിക്കലും അങ്ങനെ ഓരോ പരിപാടിയായിരുന്നു. മെയിനായിട്ട് ആദ്യമൊക്കെ പൊട്ടിച്ച സൗണ്ടുള്ളതാണ്. ഞങ്ങൾ വാങ്ങിയതും സൗണ്ടുള്ളതൊക്കെ തന്നെയാണ്. എനിക്ക് പൊട്ടിക്കാൻ നല്ല പേടിയാണ്. ഞാൻ അതാ പറ്റി പൊട്ടിച്ചാൽ ഒറ്റ ഓട്ടമാണ്, ഒരു വലിയൊരു ഓട്ടമുള്ളൂ. കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. ബാക്കി ഞങ്ങൾ പിന്നെ നാളത്തേക്ക് എപ്പോഴെങ്കിലൊക്കെ പൊട്ടിക്കാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതാ ഒരു നല്ലൊരു മേശപ്പുത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനാണ് കത്തിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് മേശപ്പുത്തിരി കത്തിക്കണത്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ അത്രയ്ക്ക് കണ്ട് ഇതാവൂല. പിന്നെ അതൊക്കെ രസം ഇങ്ങനെ മെയിനായിട്ട് കണ്ടിക്കലാണ്.
ഇപ്പച്ചിയൊക്കെ ഇനി കാര്യമായിട്ട് സൗണ്ടിലൊക്കെ പൊട്ടിച്ച് ഇനി നമുക്ക് പിന്നെ മേശപ്പൂത്തിരിയും പൂത്തിരിയും ആയാൽ മതി. അതാവുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവില്ല, തീപ്പൊരി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് കിടന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2:30 ആയിട്ടുണ്ട് കിടന്നുറങ്ങിയപ്പോഴേക്കും. രാത്രി തന്നെ നമ്മൾ ബിരിയാണിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇമ്മിപ്പിയും തകർത്തിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ അയൽവാസികളാണ് ഈ കാണുന്നത്. 2 മണി ആയിട്ടുണ്ട്. അപ്പം ഈദ് മുബാറക്ക് ആദ്യം തന്നെ പറയാൻ കാണിച്ചാൽ ഇന്ന് പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇല്ലേനി, ഷോപ്പിങ്ങിന് പോയതേനി. അപ്പം എനിക്ക് മൈലാഞ്ചി ഇടാനുള്ള നേരമൊന്നും ഇല്ലേനി. അപ്പം ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇവിടേക്കില്ലാതെ ഇതാ. നിങ്ങളെ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ആക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ. ഇനി പെരുന്നാളിൻ്റെ വ്ളോഗ് നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും